അച്ചായൻ നല്ല നെയ്യുള്ള ബീഫില് ഏത്തക്കായ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമന്റ് ഈ വീഡിയോയുടെ താഴെയും നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് 500 രൂപ ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്യും. അച്ചായ, ഞായറാഴ്ച ആയിക്കൊണ്ട് എന്താ പരിപാടി? നെയ്യുള്ള ബീഫ് കിട്ടി, ഇപ്പൊ 2 കായും കൂടി ഇട്ട് അതൊരു ഉലർത്താക്കാൻ പോവാ. ആണോ? ആ, കായ അരിഞ്ഞെടുത്തോ? കായ അരിഞ്ഞെടുത്തു. ഉലർത്തിനെടുക്കാൻ പോകുന്ന പൊടികൾ: മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി കൂടുതൽ വേണം. ഡബന്റെ മീറ്റ് മസാലയായി എടുക്കുന്നത്. പൊടികളെല്ലാം എടുത്തു, ഉലർത്തുണ്ടാക്കി തുടങ്ങാം. എല്ലാവരെയും ഒന്ന് സ്വാഗതം ചെയ്യണം. ഓക്കേ. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡബൻ മീറ്റ് മസാലയാണ്. താങ്ക് യു ഡബൻ. ആ മീറ്റ് മസാല ഇട്ട് അച്ചായൻ നമുക്ക് നെയ്യുള്ള ബീഫിനകത്തിൽ കായയിട്ട് ബീഫ് ഉലർത്തി തരാമെന്ന് പറഞ്ഞേക്കുവാണ്. അച്ചായൻ എവിടം വരെ ചെയ്തെന്ന് നിങ്ങൾ കണ്ടു. ഇത്ര നേരം കണ്ടിരുന്നതിന് 1000 നന്ദി. വേറെ വിശേഷമൊന്നും ഇല്ല, ഇനി കൂടുതലൊന്നും പറയില്ല. അച്ചായൻ ഉലർത്തുണ്ടാക്കി തന്നിട്ട് അത് വലിച്ചു വാരി തിന്നണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. ഉലർത്തിനെടുത്തിരിക്കുന്ന സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, സവോള. എണ്ണ ഒഴിക്കുകയാണേ, കടുകിടുകയാണേ, പെരുംജീരകം ഇടുക, എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇടുകയാണേ. ഈ സമയത്ത് പൊടി കരിയരുത്, അതിൻ്റെ അനുസരിച്ച് ചെയ്യണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടട്ടെ, എല്ലാരെയും കൂടെ ഒരു കുടക്കീഴിലാക്കണം, മിക്സ് ആക്കി എടുക്കണം. ഞാൻ ഈ സ്നേഹപൂർവ്വം പറയുന്ന വർത്തമാനങ്ങളൊക്കെ കേട്ട ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, അവർക്കെല്ലാം മനസ്സിലാവും. സവോള ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. എന്തിനാ ഈ കൊച്ചുള്ളി സവോള അതിനകത്ത് ചേർത്തേ? രണ്ടിനും 2 ടേസ്റ്റ് അല്ലേ, അത് വരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അച്ഛാ, ഇനി വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കാൻ പോവാ അല്ലേ? അടച്ചു വെക്കുന്നുണ്ട്, വെള്ളം ഒഴിക്കുന്നില്ല. ബീഫിന് വെള്ളം ഇറങ്ങിക്കോളും. ചായൻ അടച്ചു വെച്ച് നോക്കാം. ഓ, അച്ചായൻ ബീഫ് തുറന്നു നോക്കി. കായക്കട്ട ഇടുകയാണേ, ഉപ്പിടുകയാണേ, കറിവേപ്പില ഇടുകയാണേ. ഇനിയാണ് മക്കളെ ഇളക്ക്. അച്ചായൻ ഏത്തക്കായ ഇടുന്നേ. നെയ്യുള്ള ബീഫില് ഏത്തക്കായ ഇട്ട് അച്ചായൻ മിക്സ് ചെയ്യുന്നേ. ബീഫും കായയും കൂടെ മിക്സ് ആക്കി വെച്ചിരിക്കുന്നേ. ഇപ്പുറത്തെ സ്റ്റൗ കത്തിച്ചു, കടായി വെച്ചു, എണ്ണ ഒഴിക്കുന്നു, തേങ്ങാക്കൊത്തിടുന്നേ, ഉലുവാപ്പൊടി ഇടുന്നേ അച്ചായൻ. അച്ചായന് ഉലുവാപ്പൊടിയും തേങ്ങാക്കൊത്തും ഈ ഉലർത്തിലേക്ക് ചേർത്തു. ഇതെന്തിനാ അച്ചായ ഇങ്ങനെ ചെയ്തത്? ഇങ്ങനെ ആവുമ്പോൾ തേങ്ങാക്കൊത്തിന് രുചി കൂടും, അത് ബീഫേലും അങ്ങ് പിടിക്കും. ഗരം മസാല ചേർക്കുന്ന അച്ചായൻ ലോ ഫ്ലെയിമേ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ആണല്ലേ? പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊൻ. ബീഫ് കായ ഉലർത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അച്ഛാ, നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കമന്റ് തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞില്ലേ? ആ വീഡിയോ അധികം റീച്ച് ആയിട്ടില്ല, എന്നാലും കമന്റുകൾ വന്നിട്ടുണ്ട്.
നമ്മൾ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം വീഡിയോ റീച്ച് ആകുമ്പോൾ കുറേ ആൾക്കാരും കൂടെ കമൻറ്റ് ചെയ്യുമല്ലോ. എന്നാലും ഇപ്പം വളരെ രസകരമായ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന കമൻ്റാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. 500 രൂപ കൊടുക്കുമല്ലോ നമ്മൾ കമൻറ്റിന്. അതിൻ്റെ പേരിൽ കമൻറ്റ് മാത്രം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, ലൈക്ക് ചെയ്യാതെ. അങ്ങനെയുണ്ടല്ലേ? നമുക്ക് നോക്കാം. എന്തായാലും ഈ വീഡിയോയ്ക്കും 500 രൂപ നമ്മൾ തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ഈ വീഡിയോയുടെ താഴെയും നിങ്ങൾ രേഖപ്പെടുത്തുക. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇത് കുക്കറി വെക്കാഞ്ഞത് ബീഫ് പതിയെ വേവിച്ചെടുത്തെങ്കിലേ അതിന്റെ തുഴി കിട്ടത്തുള്ളൂ. ആണല്ലേ? ഇത് ഭയങ്കര കഷ്ടപ്പാടായി. ഇപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും ഗ്യാസ് ലോ ഫ്ലെയിമിലാണേ. 5 മിനിറ്റ് ആയി, നമുക്ക് തുറന്നു നോക്കാം. അച്ചായ നല്ല മണമൊക്കെ വരുന്ന അച്ചായ. നല്ല മീറ്റ് മസാലയല്ലേ, അതിന്റെ ഗുണമാ. വിശക്കുന്ന അച്ചായ ഇപ്പൊ റെഡിയാവും. കുരുമുളക് പൊടി വിതറിക്കഴിഞ്ഞാൽ പുലർത്ത് റെഡി. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയെഴും നിറമും. അച്ചായം പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടേ. ചോറിലേക്ക് ഒഴിച്ചു പുളിശ്ശേരി, ബീഫ് ഒലർത്ത്. നോക്ക് മോനെ, കൊതിയായിട്ടൊരു രക്ഷയില്ല. ചോറാത്തിലേക്ക് ഇട്ട ബീഫ് ഉലർത്തതാണ്. നല്ല നെയ്യുള്ള ബീഫിൽ ഏത്തക്ക ഇട്ട് ഉലർത്തി തന്നേക്കും അച്ചായ. പുളിശ്ശേരിയും കൂടി ഇട്ട് ഇളക്കട്ടെ. ചോറിനകത്ത് ഇട്ട് ഇളക്കുക. മോനെ കഴിക്കട്ടെ. കഴിക്കോ അച്ചായ? കണ്ടോ ബീഫ്? കണ്ടോ നിങ്ങൾ? നല്ല പുളിശ്ശേരിയും ചോറും കഴിക്കാൻ. ഇതിന്റെ കാര്യം നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ അച്ചായ. ഇല്ല ടേസ്റ്റ് എന്നല്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. കായയും ആ ബീഫും വെച്ചിട്ട് കഴിക്കണം. ബീഫിന്റെ നെയ്യൊക്കെ ഈ കായ പിടിച്ചിട്ടുണ്ട്. പുളിശ്ശേരി ഒഴിച്ച ചോറ്, അതിലേക്ക് ഈ ബീഫ്, പിന്നെ കായ, തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് അന്തസ്. ബീഫിന്റെ മസാലയില്ലേ ചായ, അതിഭീകരൻ. ഡവൻസിന്റെ ബീഫ് മസാല തകർത്തു കേട്ടോ. ഇല്ലേ ചായ? ടിപ്പിക്കൽ ബീഫ് ഉലർത്ത്. അങ്ങനെ ഒരു ബീഫ് ഉലർത്ത് ഉണ്ടാക്കി തന്ന അച്ചായനും ഇത്രയും ടേസ്റ്റ് കൂട്ടാൻ കാരണമായ ഡവൻസിന്റെ മസാലയ്ക്കും താങ്ക് യു. നിങ്ങളും ട്രൈ ചെയ്യും, നല്ല രുചികരമായ ബീഫ് കഴിക്കാം. അച്ചാൻ ഈ പൊടികളൊക്കെ എടുത്ത് എണ്ണയെ വറക്കാനുള്ള തീരുമാനമില്ല ചായ, അത് ഗംഭീര തീരുമാനമായിരുന്നു. ബീഫ് കായ ഉലർത്തും പുളിശ്ശേരിയും ചോറും എൻ്റെ ചക്കരെ മിസ് ചെയ്യാൻ പാടില്ല. ഇതേപോലെ തന്നെ ട്രൈ ചെയ്യട്ടോ. രവന്റെ മസാലയിലെ ബീഫിന്റെ ടേസ്റ്റ് ഒട്ടും നശിപ്പിക്കാത്ത രീതിയിലുള്ള മസാല, ബീഫിന്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ ബീഫ് ഉലർത്തും പുളിശ്ശേരിയും ചോറും ഒക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെ എന്തോരം കഴിക്കുമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഒത്തിരി ഇഷ്ടപ്പെട്ടെ. അടിപൊളി. ഡവന്റെ ബീഫ് മസാലയൊക്കെ ഇട്ട് അച്ചായൻ നമുക്ക് ബീഫ് കായ ഉലർത്തൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ബീഫിന്റെ ടേസ്റ്റും ആ കൂട്ടത്തിൽ ഇങ്ങനെ കായ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഗംഭീര ഉലർത്തായിരുന്നു. കഴിച്ചിട്ട് നമുക്ക് മതിയാവുന്നില്ല. അങ്ങ് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ബീഫ് മസാലയൊക്കെ ഇങ്ങോട്ട് കറക്റ്റായിട്ട് പാകത്തിന് ആഡ് ചെയ്ത് നമുക്ക് അച്ചായൻ തന്നു. ചുമ്മാ ഇരുന്ന് കഴിക്കുകയല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തേങ്ങാക്കൊത്ത് എണ്ണയ്ക്കകത്തിട്ട് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് വറുത്ത് ഇടുന്ന കാര്യം മറക്കണ്ട. അത് ഗംഭീര അറ്റംപ്റ്റാണ്. ചായൻ അത് നമുക്ക് വേണ്ടി കാഴ്ച വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ വിശേഷമൊന്നുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ഡെവൻ സ്പോൺസർ ചെയ്ത ഈ വീഡിയോ തീരുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡിലുള്ള ബട്ടൺ അടിച്ചു പൊടിച്ച നശിച്ചത്. ടാറ്റ, ബൈ ബൈ.